ഞങ്ങൾക്ക് ചില പഴയ മുദ്രാവാക്യമുണ്ടായിരുന്നു. കാലം മാറും, ഭരണം മാറും, അപ്പൊ കാണാം മാമാങ്കം നോക്കാം. ഭരണം മാറി വരുമ്പോഴേക്ക് ഞങ്ങളെ കോൺഗ്രസിന്റെ ലീഗിന്റെയും അമ്മായിന്റെ മകനായിട്ടും ഇളയമേന്റെ സഹോദരനായിട്ടും മറ്റു ബന്ധുത്തൊക്കെ പറഞ്ഞു വരും. ഓരോരുത്തന്റെയും പേര് ഞങ്ങളുടെ റീച്ചിലുണ്ട്. ഒരുത്തനെയും വെറുതെ ഉള്ള പ്രശ്നമില്ല. ഈ മേഖലയിൽ എല്ലാ മേഖലയിൽ നടക്കുന്ന പോലീസ് ഭീകരതയ്ക്കെതിരെ അതിലും ഭയാനകമായ രീതിയിൽ CPM നടത്തുന്ന വർഗീയ ചൊവ്വയുള്ള പ്രചരണത്തിനെതിരെ യൂസഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ ക്രൂരമായി ആക്രമിക്കുക, അവന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുക, സ്വർണം മോഷ്ടിക്കുക, എന്നിട്ട് ആ പ്രതികളെല്ലാവരെയും പിടിക്കാതിരിക്കുക, അത് കഴിഞ്ഞ് ഇല്ലാത്തൊരു കള്ളക്കേസ് കൊടുക്കുക, സിദ്ദിഖിനെ പ്രതിയാക്കുക, ചെന്നൈയിലുള്ള ആഷിഖിനെയും പ്രതിയാക്കുക, ആ പ്രതിയുടെ വീട്ടിൽ കയറുക. അസമയത്താണ് കയറുന്നത്. അസമയത്ത് കയറി 20 ദിവസം പ്രായമായുള്ള കുട്ടികളുടെ വീട്ടിൽ പോയി പോലീസ് ഹറാസ്മെന്റ് നടത്തുക, വേണ്ടി വന്നാൽ അടിവസ്ത്രവും പരിശോധിക്കുന്നു അറിയാം. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായ ദുൽഖിഫിനും ലത്തീഫും നിസബും പോയപ്പോൾ അവരോട് തോന്നിവാസവും പറഞ്ഞു. ഞാൻ പാറയ്ക്കെല്ലാം സാക്ഷി എടുത്ത ഒരു കാര്യം പറയാം. അന്ന് സിദ്ദിഖിന്റെ വീട്ടിൽ പോയ പോലീസുകാർ ദിവസം എഴുതി വെച്ചോ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏപ്രിൽ 29 മെയ് 29 അവൻ ശിക്ഷ നേടിയിരിക്കും. ഞങ്ങൾ പറയുന്നത് UDF ആണ്. തോന്നിവാസം കളിക്കുന്നു. ഇന്നെന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. അതിൽ പറയാണ് 3 ആളെ ഫോട്ടോ ആണ്. നമ്മുടെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ 3 നേതാക്കളുടെ ഫോട്ടോ ആണ്. മുസ്ലിം സ്ത്രീ പ്രസവിച്ചു കിടക്കുന്ന വീടിനകത്തേക്ക് അമുസ്ലിമായ പുരുഷൻ കടക്കരുത്, കടന്നാൽ പോലീസല്ല ആരായാലും ആ കാല് വെട്ടിമാറ്റുമെന്ന് ഇവര് പറഞ്ഞു. CPM ഇറക്കിയ പോസ്റ്ററാണ്. ഇതിന്റെ അടുത്ത വാചകമാണ് തിരുവള്ളൂരിൽ വധശ്രമ കേസിലെ പ്രതിയെ പിടിക്കാൻ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രഞ്ജിത്തിനോട് യൂത്ത് ലീഗ് നേതാക്കളുടെ ഭീഷണിയാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് ഒഴിവാക്കുക, വർഗീയ ചൗണ്ടറായിട്ട് ഫോട്ടോയിലുണ്ട്. ഞങ്ങള് ഒരു കാര്യം പറയാം, മുസ്ലിം സ്ത്രീയുടെ മാത്രമല്ല, ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നിടത്തേക്കും അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളായ പ്രസവിച്ച് കിടക്കുന്ന സുരക്ഷ കിടന്നിടത്തേക്കാ. അതിലേക്ക് തോന്നിയാസം പറഞ്ഞ് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പോയത് ബാക്കിയാ. പിന്നെ ഈ പോലീസോട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ചില പഴയ മുദ്രാവാക്യമുണ്ടായിരുന്നു. കാലം മാറും, ഭരണം മാറും, അപ്പൊ കാണാം മാമാങ്കം നോക്കാം. ഭരണം മാറി വരുമ്പോഴേക്ക് ഞങ്ങളെ കോൺഗ്രസിന്റെ ലീഗിന്റെയും അമ്മായിന്റെ മകനായിട്ടും ഇളയമേന്റെ സഹോദരനായിട്ടും മറ്റു ബന്ധുത്തൊക്കെ പറഞ്ഞു വരും. ഓരോരുത്തന്റെയും പേര് ഞങ്ങളുടെ റീച്ചിലുണ്ട്. ഒരുത്തനെയും വെറുതെ ഉള്ള പ്രശ്നമില്ല. ഈ മേഖലയിൽ എല്ലാ അർത്ഥത്തിലും പറയപ്പെട്ടു.